ഹലോ, ഐ ആം നിതിൻ. ദിസ് ഈസ് NSK മാത്സ്. അപ്പൊ നമ്മള് ട്രിഗണോമെട്രി അല്ലെ, SSLCയിലെ 6ാമത്തെ ചാപ്റ്റർ ട്രിഗണോമെട്രി ആണ് പരിചയപ്പെടുന്നത്. അതിന്റെ 3ാമത്തെ ഭാഗത്തിലോട്ട് കിടക്കാം. 3ാമത്തെ ഭാഗം പഠിക്കുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യത്തെ 2 ഭാഗം നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷമേ ഇനിയുള്ള പാർട്ടുകൾ നിങ്ങൾ നോക്കാവുള്ളൂ. ഇല്ലേ മനസ്സിലാകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും. എല്ലാ പാർട്ടിന്റെയും ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പൊ അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം 3ാമത്തെ ഭാഗത്തിലോട്ട് വരെ നമുക്ക് 3ാമത്തെ ഭാഗത്തിലോട്ട് കിടക്കാം. 3ാമത്തെ ഭാഗത്തിൽ 2 ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് എ റോംബസ്. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഒരു റോംബസിനെ പറ്റിയാണ് പറയുന്നത് അല്ലെ. എന്താണ് റോംബസ്? 4 വശമുള്ള രൂപമാണ്. റോംബസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 4 വശമുള്ള രൂപമാണ്. എന്നാൽ ആ 4 വശങ്ങളും എന്തായിരിക്കും? തുല്യവുമായിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? റോംബസ് എന്ന് വിളിക്കുക. അപ്പൊ നമുക്ക് അതിന് പേരിടാം ABCD. ഇതാണ് നമ്മുടെ റോംബസ്. അതേപോലെ തന്നെ അതിന്റെ സൈഡ് തന്നിട്ടുണ്ട് എത്ര? 5. അപ്പൊ ഇത് 5 ആണെങ്കിൽ ഇതെല്ലാം എന്ത് തന്നെയായിരിക്കും? 5 ആയിരിക്കും. റോംബസിന്റെ സൈഡും തന്നിട്ടുണ്ട്. ആൻഡ് 1 ഓഫ് ഇറ്റ്സ് ആംഗിൾ ഈസ് 100 ഡിഗ്രി. ഇതിന്റെ അകത്ത് ഏതോ ഒരു കോൺ, ഒന്നില്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത് 100 ഡിഗ്രിയാണ്. എന്തായാലും മക്കളെ ഇത് 100 ഡിഗ്രി ആയിരിക്കത്തില്ല, കാരണം അത് 90യേക്കാൾ ചെറുതാണ്. എ എന്ന് പറയുന്ന ആംഗിൾ 90യേക്കാൾ ചെറുതാണ്. അപ്പൊ അത് 100 ആകത്തില്ല. അപ്പം എന്തായിരിക്കും? ഇതായിരിക്കും 100 ഡിഗ്രി. ഇത് 100 ഡിഗ്രി ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 80 ഡിഗ്രി. കാരണം അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം നമുക്ക്? 180 ഡിഗ്രി വേണം. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ഏരിയ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു റോംബസിന്റെ ഏരിയയുടെ ഇക്വേഷൻ അറിയണം അല്ലെ. ഏരിയയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? BH ആണ്. റോംബസിന്റെ ഏരിയയുടെ ഇക്വേഷൻ BH ആണ്. അങ്ങനെയാണെങ്കിൽ ബേസ് നമുക്ക് ഇവിടെ ഉണ്ട്. ബേസ് എത്രയാണ്? 5 ഉണ്ട്. പക്ഷെ ഹൈറ്റ് ഉണ്ടോ? ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്നും വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ്, അതായത് ഈ DE-നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഹൈറ്റ് എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിനെ കൺസിഡർ ചെയ്യാം. ഇതാണ് നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. പേര് പറയുക AE. ഇതെന്താണ്? D. ഇത് എത്ര ഉണ്ട്? ഇതാണ് നമ്മുടെ ഹൈറ്റ്. അതേപോലെ തന്നെ ഇത് എത്ര സെന്റിമീറ്റർ ഉണ്ട്? 5 സെന്റിമീറ്റർ ഉണ്ട്. ഇത് എത്ര ഉണ്ട്? 80 ഡിഗ്രി ഉണ്ട്. ഇത് 90 ഡിഗ്രി ഉണ്ട് അല്ലെ. അപ്പൊ നമുക്കിവിടെ തന്നിരിക്കുന്ന ആംഗിൾ 80 ഡിഗ്രിയാണ്. 45ഓ 30ഓ അതേപോലെ തന്നെ 60ഓ ആയിരുന്നെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. പക്ഷെ ഇത് 80 ആയതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ആംഗിളിനെ എന്തെന്ന് വിളിക്കുക? തീറ്റ എന്ന് വിളിക്കുക. അപ്പൊ തന്നിരിക്കുന്ന ആംഗിൾ എന്ന് പറയുക തീറ്റ. തീറ്റ ഇവിടെ എത്രയാണ്? 80 ഡിഗ്രി. ഇനി കൂടാതെ ഇത് തീറ്റയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ആണ് ഹൈറ്റ്. 90 ഡിഗ്രി ആയതുകൊണ്ട് ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് ഈ 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശം എത്രയാണ്? 5 ആണ്. therefore ഹൈപ്പോട്ടന്യൂസ് ഈസ് ഈക്വൽ ടു 5. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഹൈപ്പോട്ടന്യൂസും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ അല്ലെ. ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസുമായിട്ട് നമുക്കറിയാം. ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസുമായിട്ടുള്ള ബന്ധം നമുക്കറിയാം. എന്താണ് ഓപ്പോസിറ്റ് സൈഡ് ഹൈപ്പോട്ടന്യൂസുമായിട്ടുള്ള ബന്ധം? സൈൻ തീറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. തീറ്റയുടെ സ്ഥാനത്ത് അത് സ്ഥാനത്ത് അത് വാല്യൂ ഒന്ന് ഇട്ട് കൊടുത്തേ. സൈൻ തീറ്റയുടെ അവിടെ എന്ത് കിട്ടുക? സൈൻ 80 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? H ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? 5. ഇവിടെ നമുക്ക് H ഈസ് ഈക്വൽ ടു സൈൻ 80. ഞാൻ പറഞ്ഞു 80യുടെ വാല്യൂ, സൈൻ 80യുടെ വാല്യൂ നമുക്ക് അറിയത്തില്ല. ആ ടേബിൾ നോക്കുക. ഏത് ടേബിൾ? നമ്മുടെ ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റ് ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ നിങ്ങൾ നോക്കുക. പേടിക്കണ്ട, നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കും. സൈൻ 80യുടെ വാല്യൂ എന്ന് പറയുന്നത് 0.9848 എന്നാണ്. അപ്പം ഇപ്പൊ ഇങ്ങനെ എഴുതാം. H ഈസ് ഈക്വൽ ടു സൈൻ 80 ഇൻറ്റു 5 എന്ന് എഴുതിയാൽ H ഈസ് ഈക്വൽ ടു എന്താ? 0.9848 ഇൻറ്റു 5. ദാറ്റ് ഈസ് ഈക്വൽ ടു H ഈസ് ഈക്വൽ ടു ഇത് ഗുണിക്കാൻ നേരം നമുക്ക് എത്ര കിട്ടും? 4.9240 എന്ന് കിട്ടും. അപ്പൊ ഹൈറ്റ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ അകത്ത് ഹൈറ്റും കിട്ടി ബേസും കിട്ടിയെങ്കിൽ, ബേസും ഉണ്ട് ഹൈറ്റും ഉണ്ടെങ്കിൽ നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കാം? സിമ്പിൾ ആയിട്ട് ഏരിയ കണ്ടുപിടിക്കാം. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ഏരിയ? B ഇൻറ്റു H. ദാറ്റ് ഈസ് ബിയുടെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കുക? ബിയുടെ സ്ഥാനത്ത് 5ഉം Hന്റെ സ്ഥാനത്ത് ഇത് ഇട്ട് കൊടുക്കുക. അപ്പൊ എത്ര ഇടും? 5 ഇൻറ്റു 4.92. 2 സ്ഥാനം മതി, 92 വരെ മതി. 40 എഴുതിയില്ലെങ്കിൽ കുഴപ്പം. ഇത് രണ്ടും കൂടെ ഗുണിക്കാൻ നേരം 24.62 സെന്റിമീറ്റർ സ്ക്വയർ. ദിസ് ഈസ് ദ ഏരിയ ഓഫ് ദിസ് എന്താണ്? റോംബസ്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. മനസ്സിലാക്കി പഠിക്കണം. എഴുതി പോവുക കേട്ടോ. എഴുതി ഒരു ബുക്കിന്റെ അകത്ത് എഴുതി പഠിക്കുക. പിന്നീടും അത് എഴുതി പഠിക്കുക. എത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങളോട്. എത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ ആയാലും നമ്മൾ അത് എഴുതി പഠിച്ചു തന്നെ പോകും. ഓക്കെ. അപ്പൊ ഈ ഭാഗത്തിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 3ാമത്തെ ഭാഗത്തിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കണം. ക്വസ്റ്റ്യൻ വായിച്ച അർത്ഥം മനസ്സിലാക്കുക. എന്താണ് ഇവിടെയും പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ? എന്താണ്? ദ ലെങ്ത് ഓഫ് ദ ഡയഗണൽ ഓഫ് എ പാരലോഗ്രാം. ഒരു പാരലോഗ്രാമിന്റെ ഡയഗണലുകളുടെ ലെങ്ത് 8 സെന്റിമീറ്ററും അതേപോലെ തന്നെ 12 സെന്റിമീറ്ററും ആണ്. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം പാരലോഗ്രാം എന്താണെന്ന് അറിഞ്ഞിരിക്കണം അല്ലെ. എന്താണ് പാരലോഗ്രാം? പാരലോഗ്രാം 4 വശമുള്ള ഒരു ക്വാഡ്രിലാറ്ററൽ തന്നെയാണ്. എന്നാൽ അതിന്റെ 2 വശങ്ങളെ തുല്യമാകത്തുള്ളൂ. ഇതിനെയാണ് നമ്മൾ പാരലോഗ്രാം. റോംബസ് പോലെയല്ല. റോംബസ് എല്ലാ വശവും തുല്യമാണ്. ഇവിടെ 2 വശങ്ങളെ തുല്യമാകത്തുള്ളൂ. അങ്ങനെ തന്നിട്ട് അവർ പറയാണ് ഇതിന്റെ ഡയഗണലുകളുടെ നീളം
ഡയഗണൽ എന്ന് പറഞ്ഞത് ഇതൊരു ഡയഗണല്, ഇത് രണ്ടാമത്തെ ഡയഗണൽ. ഇതാണ് ഡയഗണൽ. ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് പേരൊക്കെ ഒന്ന് ഇടാം. പേരിടുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. നോക്കുക, ഇതിന് ഞാൻ എ എന്നിടുന്നു, ഇത് ബി എന്നിടുന്നു, ഇത് സി എന്നിടുന്നു, ഇത് ഡി എന്നിടുന്നു. ഇവർ പറയുന്നത് ഈ ഡയഗണലുകളുടെ ലെങ്ത് എന്ന് പറയുന്നത് 12ഉം 8ഉം ആണെന്ന് പറയുന്നുണ്ട് അല്ലെ. 8 സെന്റിമീറ്ററും 12. അങ്ങനെയാണെങ്കിൽ ഈ എ സിനെ ഞാൻ 12 ആയിട്ട് എടുത്താൽ ഇവിടെ വെച്ച് അത് എന്ത് ചെയ്യും, ഇന്റർസെക്ട് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ സിനെ 12 ആയിട്ട് എടുത്താൽ ഇത് എത്ര ആയിരിക്കും, ഇത് 6, ഇത് 6, ഇത് 4, ഇത് 4. ഓക്കെ, നമുക്ക് വേണ്ടത് ഈ പാരലോഗ്രാമിന്റെ ഏരിയ ആണ് നമുക്ക് വേണ്ടത്. ആ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ പാരലോഗ്രാമിനെ നമുക്ക് 2 ത്രികോണങ്ങളാക്കി മാറ്റാം. ഒരു എ ബി ഡി എന്ന് പറയുന്ന ഒരു ത്രികോണമുണ്ട്. എ കാണുന്നുണ്ടല്ലോ നിങ്ങൾ, എ ബി ഡി എന്ന് പറയുന്ന ത്രികോണം കാണുന്നുണ്ട്. എ ബി ഡി എന്ന് പറയുന്ന ത്രികോണമുണ്ട്. അതേപോലെ തന്നെ ബി ഡി സി എന്ന് പറയുന്ന ഈ 2 ത്രികോണങ്ങളുണ്ട് അല്ലെ, 2 തുല്യമാണ്. അപ്പൊ നമുക്ക് ഒരു ത്രികോണത്തിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിന്റെ കൂടെ ഇൻറ്റു 2 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും അല്ലെ. അതിനുവേണ്ടി നമുക്ക് ഈ ത്രികോണത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ബേസ് നമുക്ക് എന്തായിട്ട് എടുക്കാം, 4 + 4 8 ആയിട്ട് എടുക്കാം. ബേസ് നമുക്ക് എന്തായിട്ട് എടുക്കാം, 8. അപ്പൊ ബി = 8 ആയിട്ട് എടുത്തു. പക്ഷെ ഹൈറ്റ് ഇല്ല. ഹൈറ്റ് കണ്ടുപിടിക്കുന്നതിന്റെ ബേസിന് ഓപ്പോസിറ്റ് ഉള്ള കോർണർ ഇതാണ് അല്ലെ. അവിടെ നിന്നും വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതായത് ഇതിനെ എം എന്ന് വിളിച്ചാൽ, കാണുന്നുണ്ടല്ലോ, ഇതിനെ എം എന്ന് വിളിച്ചാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി അവിടെ നിന്ന് നമുക്ക് ആ റൈറ്റ് ആംഗിൾ, ഇത് നോക്കി, ഇത് 90 ഡിഗ്രിയാണ്. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ, ആംഗിൾ ബിറ്റ്വീൻ ദം അല്ലെ, അതായത് ഈ എന്താണ് ഡയഗണലുകളുടെ ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്ര ഉണ്ട്, 50 ഡിഗ്രി ഉണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇങ്ങോട്ടൊന്ന് വരയ്ക്കാം. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അതാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇതിനെ ഒ എന്ന് വല്ലതും വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓ എന്ന് നമുക്ക് വിളിച്ചാൽ നമുക്ക് എത്ര കിട്ടും, ഇത് 50 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. അതിന്റെ പേരിട്ടുമ്പോൾ കാര്യം മനസ്സിലാവും. എ, അതേപോലെ തന്നെ ഇതെന്താണ് എം, ഇതെന്താണ് ഒ ആണെങ്കിൽ ഈ വശം നമുക്ക് തന്നിട്ടുണ്ട്. ഈ വശം എത്ര ഉണ്ട്, 6 സെന്റിമീറ്റർ തന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് ഇവിടെ തീറ്റ = ഇവിടുന്ന് തീറ്റ = നമുക്ക് എത്ര എടുക്കാം, 15 എടുത്താൽ അല്ലെ. തീറ്റ = 50 ഡിഗ്രി എടുത്താൽ നമുക്കറിയാം ഇത് 90 ഡിഗ്രിക്ക് എതിരെയുള്ള ഇതെന്താണ്, ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇതാണ് നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത് അല്ലെ. ഹൈപ്പോട്ടന്യൂസ് എത്ര ഉണ്ട്, 6 സെന്റിമീറ്റർ ഉണ്ട്. ഹൈറ്റ് എന്ന് പറയുന്നത് 50 ഡിഗ്രിക്ക് എതിരെയാണ്. അത് ഓപ്പോസിറ്റ് സൈഡ് ആണ് നമ്മുടെ എന്ത്, ഹൈറ്റ്. നമുക്ക് ഇവിടെ സൈൻ തീറ്റ അപ്ലൈ ചെയ്യാം. സിമ്പിൾ ആയിട്ട് സൈൻ തീറ്റ അപ്ലൈ ചെയ്ത് പോകാം. സൈൻ തീറ്റ = നമുക്കറിയാം, സൈൻ തീറ്റ = എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ദാറ്റ് = സൈൻ തീറ്റയുടെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കാം, 50 ഓപ്പോസിറ്റ് സൈഡ് എന്താണ്, ഹൈറ്റ് h ആണ്. ഹൈപ്പോട്ടന്യൂസ് എത്രയാണ് നോക്ക്, ഹൈപ്പോട്ടന്യൂസ് ഇവിടെ എത്ര ഉണ്ട്, 6. സൈൻ 50ന്റെ വാല്യൂ നമുക്ക് അറിയത്തില്ല, പേടിക്കണ്ട, നമുക്ക് ക്വസ്റ്റ്യൻ തരും. സൈൻ 50ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.76 എന്നാണ്. therefore 0.76 = h/6. ഇതിന്റെ അത് h എന്ത് കിട്ടും, 0.76 × 6 that h എന്ന് പറയുന്നത് 4.86 എന്ന് കിട്ടും. അപ്പൊ ഹൈറ്റും കിട്ടി. ഹൈറ്റ് കിട്ടിയല്ലോ, ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് കിട്ടിയല്ലോ. ഇതുപോലെ 2 ട്രയാങ്കിൾ ചേരുമ്പോഴല്ലേ നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ ഒരു പാരലോഗ്രാം കിട്ടുന്നത്. therefore നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ, ശ്രദ്ധിച്ചിരിക്കുക, ഏരിയ ഓഫ് ട്രയാങ്കിൾ ഞാൻ എഴുതുന്നു, ഏരിയ ഓഫ് ട്രയാങ്കിൾ ABD എന്ന് പറയുന്ന ABD എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയ എന്താണ്, ½ BH ആണ്. ദാറ്റ് ഈസ് ½ × B യുടെ സ്ഥാനത്ത് എന്ത് എഴുതാം, B എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, 8 × h എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4.86. ദാറ്റ് ഈസ് ഈ 8ഉം 2ഉം കൂടെ വെട്ടി 4 എഴുതാം. 4 × 4.86 എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ആൻസർ കിട്ടും 4.86. ദാറ്റ് ഈസ് അത് 2ഉം കൂടെ ഗുണിക്കാൻ തന്നെ നമുക്ക് എത്ര കിട്ടും, 18.24 എന്ന് കിട്ടും. ഓക്കെ, ഒരു ട്രയാങ്കിളിന്റെ ഏരിയ. ഇതേപോലെ എത്ര ട്രയാങ്കിൾ വരും, 2. അപ്പോഴാണ് ഈ പാരലോഗ്രാം കിട്ടുന്നത്. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ത് എഴുതാം, therefore ഏരിയ ഓഫ് പാരലോഗ്രാം നമുക്ക് എന്ത് എഴുതാം, ഏരിയ ഓഫ് പാരലോഗ്രാം. പാരലോഗ്രാം എന്തായിരിക്കും പറ, ഏരിയ ഓഫ് പാരലോഗ്രാം എന്തായിരിക്കും, 18.24 × 2, 2 ചേരണ്ടേ, × 2. അപ്പൊ നമുക്ക് എത്ര കിട്ടും, 36.48 സെന്റിമീറ്റർ സ്ക്വയർ. അതായിരിക്കും എന്ത്, നമ്മുടെ പാരലോഗ്രാമിന്റെ ഏരിയ. ഒന്ന് മനസ്സിലാക്കി പഠിച്ചാൽ മതി, ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. അതിനു മുമ്പേ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ മുമ്പുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കുക. നോക്കി കഴിയുമ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഭാഗം, അതായത് ഈ 3ാമത്തെ ഭാഗം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന വിശ്വാസത്തോടു കൂടി ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ക്ലാസ്സിൽ അടുത്ത ഭാഗവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.